കേരളത്തിന് എന്ത് ബജറ്റിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിൽ നമ്മളൊരു കാര്യമായ ഒരു പ്രതീക്ഷ വെക്കുന്നത് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ ഒരു വലിയ അവഗണന ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ഒന്ന് അതിവേഗ റെയിൽ പദ്ധതി, മറ്റൊന്ന് ശബരി റെയിൽ പദ്ധതിയാണെങ്കിൽ അങ്ങനെയും, മറ്റൊന്ന് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് കാലങ്ങളായുള്ള നമ്മുടെ പരാതി തന്നെയാണ്. അതടക്കം 28 നിർദ്ദേശങ്ങളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഏത് തരത്തിലുള്ള ഒരു നമുക്ക് എന്താണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നത്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഹാൻസെ? ഷാമിലി, കേരളത്തിന് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നൽകുന്ന ഒരു നടപടി ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണി മുതൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് എന്നിവരടങ്ങുന്ന BJPയുടെ മുതിർന്ന നേതാക്കൾ മാരാർജി ഭവനിൽ വെച്ച് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് നേരിട്ട് ബഡ്ജറ്റ് കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലേക്ക് മാധ്യമങ്ങൾക്ക് ക്ഷണവുമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം കേരളത്തിന് എന്തൊക്കെയോ BJP കരുതി വച്ചിട്ടുണ്ട് എന്നുള്ളത്. അല്ലാത്ത പക്ഷം BJPയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എയിംസ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തോ വമ്പൻ പ്രഖ്യാപനം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് BJP നേതൃത്വം നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഷാമിലി നേരത്തെ പറഞ്ഞ കാര്യം, 29 ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മുൻപിലേക്ക് വച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖം തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാന വികസന പദ്ധതികളിൽ ഇപ്പോഴും പൂർത്തിയാകേണ്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ റെയിൽ കണക്ടിവിറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന് സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാത്രം അടിസ്ഥാന സൗകര്യത്തിലൂടെ സംസ്ഥാനത്തിന് ഒരു ഭേദപ്പെട്ട വികസനം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകില്ല. അതിനോടൊപ്പം തന്നെ ഈ അടിസ്ഥാന വികസനവും റെയിൽ റോഡ് കണക്ടിവിറ്റി എല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തുന്ന റെയിൽ കണക്ടിവിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്, സീ ഫുഡ് പാർക്ക്, ലോജിസ്റ്റിക്സ് ആൻഡ് ഫിഷ് ലാൻഡിംഗ് സെന്റർ, വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് പദ്ധതികളാണ്. ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ലിജോ നേരത്തെ പറഞ്ഞത് വെച്ചപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ 21,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് കാണേണ്ടതുണ്ട്. കാരണം 21,000 കോടി അനുവദിച്ചില്ലെങ്കിൽ പോലും കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി നേരിട്ടെത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉണ്ടാകും എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടി ആ പ്രത്യേക പാക്കേജിൽ ഏതെങ്കിലും നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന് കാണേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി. അത് സംസ്ഥാനത്തിന് വേണ്ട ഒരു പദ്ധതി തന്നെയാണ്. കൂടാതെ തന്നെ നമ്മളുടെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഈ വിഴിഞ്ഞം ചവറ കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയർ എർത്ത് കോറിഡോർ, ഈ മിനറലുകൾ അടക്കം എടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പാക്കേജ് ലഭിക്കുമോ എന്ന് സംസ്ഥാനം നോക്കുന്നുണ്ട്. കൂടാതെ മനുഷ്യമൃഗ സംഘർഷം, അത് ആ ഒരു പ്രശ്നം സംസ്ഥാനത്ത് വളരെ രൂക്ഷമാണ്. ഈ മനുഷ്യമൃഗ സംഘർഷം ഒഴിവാക്കുന്നതിനായി 1000 കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലകളിലാവട്ടെ, മറ്റ് പ്രദേശങ്ങളിലാവട്ടെ, വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും എല്ലാ ജില്ലകളിലും പ്രധാനമായും സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന രൂക്ഷ പ്രശ്നമാണ് ഈ മനുഷ്യമൃഗ സംഘർഷം. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ, അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കും. മതനേതാക്കളടക്കം ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ മനുഷ്യമൃഗ സംഘർഷം. കൂടാതെ തന്നെ നെല്ല് സംഭരണം, നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ കാലയളവിൽ നെല്ല് സംഭരണം വലിയ പ്രതിസന്ധിയിലായിരുന്നു. മില്ലുടമകളടക്കം നെല്ല് ശേഖരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം നേരിട്ട് സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിക്കാനുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ നീക്കത്തിലേക്ക് കടന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നെല്ല് സംഭരണത്തിനും മില്ലുകൾ സ്ഥാപിക്കുന്നതിനുമായി 2000 കോടി രൂപയാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ
തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ പ്രതിഫലിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു വച്ചതുപോലെ തന്നെ എയിംസ് അത് വലിയ ഒരു ഘടകം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം നോക്കുന്ന ഒരു കാര്യമാണ് എയിംസ് കേരളത്തിന് ലഭിക്കുമോ എന്നുള്ളത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഇതിനായി ഒരു സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയിംസ് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായാൽ അത് BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആദ്യം ഭരണം ലഭിച്ചതിന് ശേഷമാണ് ഗുജറാത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ BJP കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് പിന്നാലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് BJPയുടെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് നേതാക്കളടക്കം മുതിർന്ന നേതാക്കളടക്കം മാരാർജി ഭവനിലെത്തിക്കൊണ്ട് ഇത്തരം ഒരു നേരിട്ട് ബഡ്ജറ്റ് കാണാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ശ്യാമിലി, ശരി, ഹൻസാണ് വിശദമായ വിവരങ്ങളും പ്രതീക്ഷകളും ഒക്കെ പങ്കുവച്ചത്. ഞാൻ വീണ്ടും ശരത്തിലേക്ക് പോവുകയാണ്. ശരത്തെ, ഉറ്റുനോക്കുന്ന ഒരു കാര്യം മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും എന്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതിൽ മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 12 ലക്ഷത്തോളം വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ട എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും? ഈ പുതിയ സ്കീമിലേക്ക് ഏതാണ്ട് ഒരു 75%-80% ആളുകൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ ആകർഷിക്കാൻ പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടാകും? മറ്റൊന്ന് അടിസ്ഥാന വർഗത്തിനാണ്. അത് കർഷകർ അടക്കമുള്ളവർ എന്തൊക്കെയാണ് അവർക്കൊക്കെ എന്തൊക്കെയായിരിക്കും കരുതി വെച്ചിട്ടുണ്ടാകുക ഈ ബജറ്റിൽ? ഒപ്പം VBG റാംജി അതിൽ എങ്ങനെയായിരിക്കും കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകുക? കേന്ദ്ര വിഹിതം എത്രയുണ്ടാവും? സംസ്ഥാനം എത്രയാണ് അതിൽ നൽകേണ്ടത് എന്നൊക്കെയുള്ളതും ഒരു ചോദ്യമായി ഉണ്ടല്ലോ. അതെ ശ്യാമിലി, അതുതന്നെയാണ് മധ്യവർഗത്തിന് ഈ ബജറ്റിൽ എന്ത് ലഭിക്കും അതുതന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ മധ്യവർഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത്. 12 ലക്ഷം വരുമാനമുള്ളവരൊക്കെ തന്നെ ഈ ടാക്സ് നെറ്റിൽ നിന്ന് പുറത്തായി. എന്നാൽ ഈ തവണ അതിൽ കൂടുതൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നില്ല മധ്യവർഗം. എന്നാൽ സ്ലാബിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറയുന്നു. ഈ സ്ലാബ് സിസ്റ്റം എന്നുള്ളത്